C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ അപ്പച്ചി ഇവിടെ തകർക്കാണല്ലോ. എന്നെ കൊലയ്ക്ക് കൊടുക്കോ? സുലു, ആലോചിച്ച് നിൽക്കാതെ കൊടുക്കടി. അവളുടെ ഉള്ളൊന്ന് തണുക്കട്ടെ. ഒറ്റയ്ക്ക് കുടിക്കാന്ന് വിചാരിച്ചോ? കൊടുക്കാൻ അതിങ്ങടുത്തെ. അയ്യോ, അവക്കിത് കൊടുക്കണ്ട. ദുർഗേ, അത് അവള് കുടിച്ചോട്ടെ. അതെന്തിനാ? എനിക്ക് കൊണ്ടുവന്ന ജ്യൂസ് അവൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സുലു, ആ ജ്യൂസ് ഇങ്ങ് തരാനാ പറഞ്ഞത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുമല്ലോ. ജ്യൂസ് താടി ഇങ്ങോട്ട്. ദുർഗേ, അത് അവള് കുടിച്ചോട്ടെ. അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിങ്ങോട്ട് എടുക്കാൻ. ദുർഗേച്ചി, ഞാൻ ഇതിലെ അബദ്ധത്തില് കുറച്ച് മധുരം കൂട്ടിയിട്ട് പോയി. ആ, അത് നന്നായി. എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണല്ലോ. ദുർഗേച്ചി, അപ്പച്ചി, ഇതെന്താ അപ്പച്ചി ഇത്? അതെ, ഇവളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചതാ. അത് മൊത്തം ചളമായി. അതിനൊടുക്കത്ത മധുരം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മധുരം കുറച്ചിടാൻ. ഇത്രയും മധുരം ഇടാൻ നിനക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ? ദുർഗെ, ഞാൻ വേറെ ജ്യൂസ് ഉണ്ടായിക്കൊണ്ടുവരാം കേട്ടോ. എനിക്ക് വട്ട, എനിക്ക് വട്ട, എനിക്ക് വട്ട. ദുർഗെ, ഒറ്റ നീ ഇങ്ങോട്ട് വാ. സുലു ചേച്ചി, എനിക്ക് വട്ട, സത്യായിട്ട് എനിക്ക് വട്ടാണ്. എന്റെ തലയ്ക്ക് വട്ട പിടിച്ചേ. എന്താടാ? അച്ഛൻ തിരക്കിലാണിപ്പോ. എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഏയ്, നീ പറഞ്ഞോ. അച്ഛാ, ഇന്ന് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്ത് ഇഷ്യൂ? മംഗളാപ്പച്ചി പറഞ്ഞിട്ട് തുളസിക്ക് നൽകാൻ വേണ്ടി സുലുവാന്റി ജ്യൂസ് കൊണ്ട് വന്നപ്പോ അമ്മ അത് കഴിക്കാനായിട്ട് വാങ്ങിച്ച സമയത്ത് സുലുവാന്റി മംഗളാപ്പച്ചും കൂടെ തട്ടിക്കളഞ്ഞു. നീ കണ്ടോ? അത് ഞാൻ കണ്ടില്ല, എന്നോട് തുളസി പറഞ്ഞത്. എടാ, നീ സംശയിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതുപോലെ ഒന്നും സംഭവിക്കില്ല. ദുർഗയെ അപായപ്പെടുത്താനുള്ള ഒരു നീക്കവും അവിടെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പക്ഷേ അച്ഛാ, തുളസി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്കെന്തോ സുലുവാന്റിയുടെ മംഗളാപ്പച്ചിയുടെ പ്രവൃത്തി അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അതി, തുളസിക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഏത് അപകടകരമായ കാര്യവും അവള് വേഗം തിരിച്ചറിയും.
അതെ, നിനക്ക് ഈ കാര്യത്തിൽ ഇനി പേടി വേണ്ട. ഇത് ഒരു അമ്മായിയമ്മ പോരിന്റെ ഭാഗമായിട്ട് കണ്ടാ മതി. അതിനെ ഒരു കൂട്ടു നിന്നിട്ടുണ്ട്. മനസ്സിലായോ നിനക്ക്? ശരി സർ. ശരി. അയ്യോ അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, ഇവനെന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ. അയ്യോ ഓ, എന്റെ സ്വപ്നമായിരുന്നല്ലേ. ചത്തിട്ട് കത്തിക്കുന്ന തന്നെ എനിക്ക് പേടിയാ. പിന്നെയാ ഇനി പച്ചയ്ക്ക് കത്തിക്കുന്ന. ആ മംഗളത്തള്ള എന്നെ കൊണ്ട് ചെന്ന് പല കുരുക്കലും ചാടിക്കും. അവരോട് പലതിനും എനിക്ക് നോ പറയാനും പറ്റുന്നില്ല. എന്റെ ഭഗവാനെ, ഈ ആപത്തിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നേ? ആ മണഗുണാഞ്ചൻ ആദിത്യം പോട്ടെ. ഈശ്വര, പ്രസാദ് സാർ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ എന്തായിരിക്കും എന്റെ അനുഭവം? എന്റെ ദൈവമേ, പച്ചയ്ക്ക് കത്തിക്കുന്നതിന് പകരം എന്നെ പഞ്ചസാര ഇട്ട് കത്തിക്കും. എല്ല് പോലും ചാരാവും. ഓർത്തിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. ഉറങ്ങിയ അപ്പ സ്വപ്നം കാണും. മക്കൾക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താലും അത് അവർക്ക് ആവശ്യമുള്ള സമയത്തല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? ഇക്കാലത്ത് കല്യാണം നിശ്ചയിക്കുമ്പോ തന്നെ ഹണിമൂൺ ട്രിപ്പിനുള്ള ഡേറ്റ് കൂടി തീരുമാനിക്കുന്ന ചെറുപ്പക്കാരാ ഉള്ളത്. പ്രസാദിന്റെ മകനും മരുമകളും കൂടെ ഹണിമൂൺ ട്രിപ്പിന് എങ്ങും പോയില്ല എന്ന് കേട്ടപ്പോ അവരോട് എനിക്ക് മതിപ്പാ തോന്നിയത്. അടക്കോ ഒതുക്കോ അനുസരണയൊന്നും ഇല്ലാത്ത ഈ തലമുറയില് റെയറായിട്ട് കാണുന്ന രണ്ട് കുട്ടികളായിട്ടാ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് അതൊക്കെ ചെയ്തു കൊടുക്കണം. അല്ല പ്രസാദേ, അല്പം സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. ഞാനിത് ആലോചിക്കായിരുന്നതല്ല സാർ. എല്ലാവരും തന്നെ പ്ലാൻ ചെയ്ത് പോട്ടെ എന്ന് കരുതിയിട്ടാ. കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ പറക്കും. ഇപ്പൊ ഹണിമൂണിന്. അങ്ങനെയാ ഇപ്പോഴത്തെ പിള്ളേര്. ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും. പ്രസാദിന്റെ മകൻ അല്പം ഷൈ ആണെന്ന് തോന്നുന്നു. ഹേയ്, അവൻ അങ്ങനൊന്നുമല്ല. എന്തായാലും സാർ തന്നെ ഇക്കാര്യം എന്നെ ഓർമ്മപ്പെടുത്തിയത് നന്നായി. അല്ല സാർ, എവിടെയാ അവരെ അയക്കാൻ പറ്റിയൊരു സ്ഥലം? ഒരു ഒപ്പീനിയൻ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്തേക്ക് വിട്. UAE-യിലോ യൂറോപ്യൻ കൺട്രീസിലോ എവിടെയെങ്കിലും. എടാ, നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്താ? സമയം. അത് വെറുതെ ഇങ്ങനെ പാഴാക്കി കളയരുത്. അതൊക്കെ പോട്ടെ. നിന്റെയും തുളസിയുടെയും പാസ്പോർട്ടേ എത്രയും വേഗം ഇന്ന് തന്നെ എന്നെ ഏൽപ്പിച്ചേക്കണം. എടാ, വിസയ്ക്കുള്ള പേപ്പേഴ്സ് റെഡിയാക്കാനാ. ശരി സാർ. ഹാപ്പി അല്ലേ? പിന്നെ ആ എടാ, പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നത് വരെ നമ്മൾ 3 പേരല്ലാതെ 4ാമതൊരാൾ ഇത് അറിയരുത്. 3 പേരെന്ന് പറഞ്ഞ നിന്റെ ഞാനറിയാതെ ഇവിടെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ടല്ലേ? ഗൂഢാലോചന? എന്ത് ഗൂഢാലോചന? ഈ വീട്ടില് ഗൂഢാലോചനകളൊക്കെ നടക്കാറുണ്ട്. അത് നിങ്ങളൊക്കെ തമ്മിലല്ലേ? പരിവാരങ്ങൾ എത്ര പേരാ? അപ്പച്ചി, സുലു, പിന്നെ താൻ മാനസപുത്രിയായിട്ട് കൊണ്ടു നടക്കുന്ന ആതിര. എടോ, അതിനൊക്കെയാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. എടോ, ഞാനേ ഒരു പോലീസ് ഓഫീസറാണ്. ഈ ഗൂഢാലോചനകൾ കണ്ടുപിടിക്കുന്ന ജോലിയും ഞങ്ങൾക്കുണ്ട്. അതൊക്കെ എന്റെ സ്വഭാവമോ ശീലമോ അല്ല. പിന്നെ മകനോട് അവന്റെ അമ്മയെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ മാത്രം അധപ്പതിച്ചവനും അല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി അഥവാ ആദ്യം തുളസി അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണോ?
അവര് നവദമ്പതികളല്ലേ, അവർക്കും വേണ്ട ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ. ആ, അപ്പൊ സമ്മതിച്ചു. അവര് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചെന്നുള്ളത് സത്യമാണെന്ന് സമ്മതിച്ചു. എടോ, താൻ അവരുടെ ജീവിതത്തിന്റെ ഇടയിൽ കയറി ഇങ്ങനെ നിൽക്കാതെ അവരൊന്ന് ജീവിക്കാൻ അനുവദിക്കേ. അവരെങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ഒന്ന് ജീവിക്കട്ടെ. അങ്ങനെ എന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തിട്ട് അവര് ജീവിക്കണ്ട. എന്നെ അങ്ങനെ കറിവേപ്പിലായിട്ട് എടുത്ത് കളയാന്നൊന്നും ആരും വിചാരിക്കണ്ട. എടോ, ഇതേ ഒരുതരം മാനസിക രോഗം. തന്നെ പഞ്ചപുച്ഛം അടക്കി നിന്ന് അനുസരിക്കാത്തവരെ താൻ ശത്രുക്കളായി കാണുന്നു, അവരെ വെറുക്കുന്നു, അവരോട് താൻ യുദ്ധം ചെയ്യുന്നു. എടോ, സത്യം പറഞ്ഞാൽ താൻ യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനെ ശത്രുവായി സങ്കല്പിച്ചുകൊണ്ടാ. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ആ, അപ്പൊ എനിക്ക് കുഴപ്പം. ഞാൻ കൊള്ളരുതാത്തവള്, ഞാൻ മാത്രം അഹങ്കാരി അല്ലേ? ആ, അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ആവോ? ആവോ? ഡോ, തന്നോടൊപ്പം സമാധാനത്തോടെയുള്ള ഒരു കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ചത്. അതിനി ഈ ജന്മത്ത് കിട്ടുവോ? അത് മാത്രം എനിക്ക് അറിയേണ്ടത്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. അണിഞ്ഞൊരുങ്ങിയാണല്ലോ പുറപ്പാട്. എന്താടാ മിണ്ടാട്ടമില്ലേ? ആകെ ഒരു പരുങ്ങലുണ്ടല്ലോ. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. അതൊക്കെ മനസ്സിലായി. എങ്ങോട്ടാണെന്നാ ചോദിച്ചത്. അത് തുളസിയുടെ വീട് വരെ. ആ, അത് ശരി. അച്ഛ വീട് സന്ദർശനം. ആ, അല്ല, എന്തിനാണാവോ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അത് പ്രിയമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക. അയ്യോ, എന്റെ മോൻ എന്താ ഇവിടെ പട്ടിണിയാണോ? ചോദിച്ചത് കേട്ടില്ലേ? അതല്ലമ്മേ, പ്രിയമ്മ വിളിച്ചപ്പോ ഞാൻ തുളസിയും കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞു. ആ, അപ്പൊ എന്റെ മോൻ വാക്കും കൊടുത്തു, എന്നോട് ചോദിക്കാതെ. എടാ, ഭാര്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതേ അത്ര അന്തസ്സുള്ള ഏർപ്പാടൊന്നും അല്ല. നിന്റെ ഭാര്യയെ ഞാൻ അംഗീകരിച്ചിട്ടില്ല, പിന്നെ ആ ഭാര്യ വീട്. അമ്മേ, ഞങ്ങൾ പോവാൻ തയ്യാറായതല്ലേ, ഞങ്ങൾ പോയിട്ട് വരാം. ഇപ്പൊ എങ്ങോട്ടും പോവാൻ പറ്റില്ല. എനിക്ക് നിന്നോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞാൻ പോയിട്ട് വന്നിട്ട് പറ്റില്ല. പറഞ്ഞാൽ പോരെ? ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. അമ്മേ, പ്രിയമ്മ അവിടെ കാത്തിരിക്കുക. നിനക്ക് പ്രിയാമ്മയാണോ അതോ നിന്റെ അമ്മയായ ഞാനാണോ വലുത്? പറയാതി. എനിക്ക് എന്റെ അമ്മ തന്നെയാ വലുത്. എന്നാ നിന്റെ അമ്മ പറയുന്നു പോവണ്ടാന്ന്. അവന് എന്റെ അനുവാദം ഇല്ലാതെ തന്നിഷ്ടത്തോടെ അയൽവീട് സന്ദർശനം. അത് ഞാൻ കാണാതെ ഒളിച്ചും പതുങ്ങി. നീ എന്ന് തുടങ്ങി അനുസരണക്കേടൊക്കെ? വരച്ച വരയിൽ ഞാൻ വളർത്തിയതാ. എന്നിട്ട് അവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവർക്ക് കുറെ കില്ലർ പട്ടികളെ എടുത്ത് വളർത്തിക്കൂടായിരുന്നോ? അത് വരച്ച വരയിൽ നിൽക്കുമായിരുന്നല്ലോ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ?
എന്നെ ദഹിപ്പിച്ചു കളയാനുള്ള ഭാവമാണല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്തെങ്കിലും അമ്മ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു. ഇനിയിപ്പൊ പതുക്കെ തുടങ്ങുമല്ലോ. നീ കയറി പോകത്ത്, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അമ്മ പറയുന്നത് അനുസരിക്കാതെ. അമ്മയാ കാണപ്പെട്ട ദൈവം. അതെ, അമ്മ കാണപ്പെട്ട ദൈവമാണെന്ന് അവന് നന്നായിട്ട് അറിയാം. നിന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. അയ്യോ, ഇവന്റെ അമ്മയോട് സ്നേഹം അല്പം കുറഞ്ഞു പോയോന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സോറി. അമ്മേ, മനസാക്ഷി ഇല്ലാത്തവരിൽ നിന്ന് നമ്മൾ നന്മയൊന്നും പ്രതീക്ഷിക്കരുത്. എടീ, അലറണ്ട. എന്റെ മുമ്പിൽ നിന്ന് കരയുന്നത് എന്റെ അമ്മയാ. എന്റെ അമ്മ കരഞ്ഞ എനിക്ക് വേദനിക്കും. ആരോടായാലും ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല. നല്ല സന്തോഷത്തോടെ ഞാനിവിടെ കഴിയുന്നത്. അങ്ങനെ പറ്റിപ്പോയി മോളെ, ക്ഷമിക്ക്. നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നോടാ. ആ, ചോദിക്കേണ്ടതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ലെങ്കിലേ ഇനി ഇത് ആവർത്തിക്കും. മറ്റുള്ളവരുടെ മുമ്പില് ദേവമംഗലത്തെ ദുർഗ തരം താഴും. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഇതെന്താ റേഡിയാണോ? പറയുന്ന മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ? ആദി, നീ എന്റെ അടുത്ത് തർക്കുത്തരം പറയുന്നോ? എന്നെ നീ അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തനെ പ്രസവിച്ചിട്ടില്ല എന്ന് ഞാനങ്ങ് വിചാരിക്കും. കേട്ടടാ? പാടിയടച്ച് പിണ്ടം വെക്കും ഞാൻ. എന്ന് അതങ്ങോട്ട് ചെയ്യ്. ആദ്യ മോനെ നിർത്ത്, നിർത്ത് മോനെ. പ്രിയ, നീ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നിർത്താനല്ലേ പറഞ്ഞത്? എന്റെ മകനിൽ നിനക്ക് ഇത്രയും സ്വാധീനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ മതി ദുർഗേച്ചി. പ്രസവിക്കണമെന്നില്ല. പ്രസവിക്കാതെ തന്നെ അമ്മയാകും. അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹവും കിട്ടും. ഇതിത്ര ആലോചിക്കാനൊന്നും ഇല്ലടാ. അതന്നെ നല്ലതും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാ നമ്മൾ അവര് പറയുന്നത് കേൾക്കേണ്ടി വരുന്നത്. അവരവരായിട്ട് ജോലി ചെയ്ത് ജീവിച്ചാ ആരും നമ്മളെ ഭരിക്കാൻ വരില്ല. സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, ജോലി തിരക്ക് കൂടുമ്പോ ബോറടി ഉണ്ടാവില്ല. കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഉം. വര. അതെ, ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചവരെ മിക്കവാറും ഇങ്ങനെ ഒറ്റപ്പെട്ട ജീവിക്കുന്ന. വാശിയോടെ ജീവിച്ച് ഈ കുറ്റം പറഞ്ഞവരെ ഒക്കെ കാണിച്ചു കൊടുക്കണം. സ്വന്തമായിട്ട് ഒരു നിലയും വിലയും കുറെ പണവും ഉണ്ടാവുമ്പോ എതിർത്തവരൊക്കെ നമ്മളെ തിരക്കി വരും. അതെ, വീട്ടുജോലികൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ ദുർഗാമ്മ. വീട്ടുജോലി അല്ലാതെ പിന്നെ എന്ത് ജോലി ചെയ്യാനാ നീ ഇങ്ങോട്ട് വന്നത്? ചോദിച്ചു കേട്ടില്ലേ? അവളെന്റെ കുടുംബത്തിൽ കയറി ഭരിക്കാൻ നോക്കുന്നു. ഒരു കുടുംബദേവത. സ്നേഹിക്കാൻ വന്നിരിക്കുന്നവള്. ഞാൻ പച്ചക്കറി അരിയുന്ന കണ്ടിട്ട് അവൾക്ക് സങ്കടം. ഓ, ഹൃദയം പൊട്ടിപ്പോയല്ലേ? നീ എന്തൊക്കെ നാടകം കളിച്ചെന്നെ സ്വാധീനിക്കാൻ നോക്കിയാലും ഞാൻ അതിന് നിന്ന് തരില്ല. എന്റെ മരുമോളുടെ സ്ഥാനത്ത് നിന്നെ ഞാൻ കാണുകയില്ല.
എനിക്ക് അത്രയ്ക്ക് വെറുപ്പാ, അറപ്പാ നിന്നെ. എന്റെ കുടുംബം തകർത്തവളാ നീ. എന്തിനാ ദുർഗമ്മ ഇങ്ങനെ ശപിക്കുന്നെ? അല്ലടി, നിന്നെ ഞാനങ്ങ് സ്തുതിക്കാം. ശപിക്കരുതെന്ന്. അത്ര നല്ല കാര്യങ്ങളല്ലേ നീ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തന്നിട്ടുള്ള ഉപകാരങ്ങളും സമ്മാനങ്ങളും ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റൂടി. പോ എന്റെ മുമ്പിൽ നിന്ന്. നിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാലേ എന്റെ കാലി അടങ്ങില്ല. ഓടിയകത്ത്. അല്ല, നീ എന്തേ കാണിക്കുന്നേ? ഞാൻ എന്താ കാണിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അല്ല, എന്റെ ഡ്രസ്സെല്ലാം പറക്കെടുത്ത് ഈ ബക്കറ്റിലിട്ട് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഓ അതോ, അത് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്യാം. എന്റെ തുളസി, ഇത്തരം പണികളൊക്കെ ചെയ്യാൻ സുലുവാന്റി ഉണ്ട് ഇവിടെ. ഇടി, അവരിതെല്ലാം വാഷ് ചെയ്തോളും. ഏയ്, എനിക്കതൊന്നും ഇഷ്ടമല്ല. അതെ, എന്റെ ഭർത്താവിന്റെ ഡ്രസ്സുകളൊക്കെ മറ്റുള്ളവര് കഴുകുന്നത് ശരിയല്ല. അത് ഭാര്യയായിട്ടുള്ള എന്റെ അവകാശം, ഉത്തരവാദിത്വം. എങ്ങനെ മനസ്സിലായില്ല? അതായത് ഞാൻ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിന്നെ വഴക്ക് പറയും. ഇടക്കിടക്ക് നിന്നെ പിടിച്ചിട്ടങ്ങ് ഇടിക്കും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നെങ്കിലോ? ആ, അതെന്റെ വിധിയാണെന്ന് ഞാൻ അങ്ങ് കരുതും. തകർന്നു പോയ എന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഞാൻ എന്നും കരയും. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് എന്റെ ജീവിതം ഉരുകി ഉരുകി തീരും. ഇങ്ങനെയൊക്കെ ആയി ഞാൻ മാറുമെന്നാണ് നീ വിചാരിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റി. ഇനി നീ കള്ളെങ്ങാനും കുടിച്ചാ നീ വിവരം അറിയും. ആ പിന്നെ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക് പറയാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ പിന്നെ, എന്നെ പിടിച്ചിട്ട് ഇടിക്കുമെന്നൊക്കെ ഉള്ളത് നിന്റെ ഭാവന മാത്രമാ. ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നൊക്കെ ഇരിക്കും. ആ, പിന്നെ നിന്റെ കൈ ഉയരില്ല. അപ്പൊ നീ ഫെമിനിച്ചല്ലെന്നൊക്കെ പറഞ്ഞിട്ട്? ഞാനിപ്പോ ദേവമംഗലത്തെ ആദ്യത്തിന്റെ ഭാര്യ. മരണം വരെ നീയും ഞാനും സ്നേഹിച്ച് ജീവിക്കും. അതുപോലെ എന്നാ ഞാൻ പോട്ടെ. എടോ, ഈ മരുമക്കത്തായ നിലനിന്നിരുന്ന കാലത്തെ അനന്തരവൾ എന്ന് പറഞ്ഞാൽ മരുമകൾ എന്ന് തന്നെയാണ് അർത്ഥം. അല്ല, അതുപോട്ടെ, തുളസിമോൾ എന്റെ മരുമകളല്ലേ? നമ്മുടെ ആദിമോന്റെ ഭാര്യ. ഭാര്യയാണെന്നേ നിങ്ങളെല്ലാരും കൂടി അങ്ങ് പറഞ്ഞു നടന്നാ മതി. എനിക്ക് വിരോധമൊന്നുമില്ല. ആ ഫയലും ലാപ്ടോപ്പ് ഇങ്ങോട്ട് താ. എന്താടി തുറച്ചു നോക്കുന്നേ? ഇങ്ങോട്ട് തരാൻ. മോളെ, അതങ്ങ് കൊടുത്തേക്ക്. ഇനി അതുകൊണ്ട് ഇയാൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അത് നമ്മളായിട്ട് അങ്ങോട്ട് തകർക്കണ്ട. ഇനി മേലെ ഇതിലൊന്നും കയറി ഇടപെടരുത്. ഇത് എന്റെ അവകാശമാ. അല്ല, ഈ ഭാര്യയ്ക്ക് മാത്രമേ ഡിമാൻഡുകളുള്ളോ? ഭർത്താവിനൊന്നുമില്ലേ? പ്രസാദേട്ടന്റെ എന്ത് കാര്യത്തിനാ ഞാൻ എതിര് നിന്നിട്ടുള്ളത്? അല്ല, താൻ അനുകൂലമായി നിന്നിട്ടുള്ള ഏത് കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ആ കമ്പനിയുടെ പേരെന്താന്ന് പറഞ്ഞ? ഏത് കമ്പനി? നീ ഇന്റർവ്യൂവിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കമ്പനി. അതോ, അത് ഗുഡ് ഹോപ്പ്, ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ജോലിയൊക്കെ കിട്ടും, അതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. പിന്നെ പിന്നെ നമ്മളൊരു ജീവിതം അങ്ങ് തുടങ്ങും. ഒരു അടിച്ചു പൊളി ജീവിതം. എന്താ? അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള ജീവിതമൊന്നും വേണ്ട, അന്തസ്സുള്ളൊരു ജീവിതം അത് മതി. എന്നാ അന്തസ്സൂടാതെ അടിച്ചു പൊളിച്ച് ജീവിച്ചാ പോരെ? അതൊന്നും വേണ്ടിടാ. വേണ്ടെങ്കി വേണ്ട.
ഇവനെന്തായി കാണാത്തത്? എടാ ഇറങ്ങാൻ നേരത്തെ അവന്റെ അമ്മ പിടികൂടി കാണും. അനങ്ങരുതെന്ന് അമ്മ പറഞ്ഞാ പിന്നെ അനങ്ങത്തില്ലല്ലോ. കല്യാണം കഴിച്ചവനല്ലേ, ആ പെണ്ണിന്റെ കണ്ണ് നനയ്ക്കത് ഇത്തിരി നട്ടല് കാണിച്ചിട്ടവന്. എടാ പെണ്ണിന്റെ കണ്ണ് നനയെന്ന് പറയുന്നതൊക്കെ തെറ്റാ. തുളസി അങ്ങനെ ഇങ്ങനെയൊന്നും കരയുന്നോളൊന്നുമല്ല. എടാ സത്യം പറഞ്ഞ ആണായിട്ട് ജനിക്കേണ്ടുള്ള തുളസി, ഈ ആദിത്യൻ പെണ്ണായിട്ട്. ദേ വരുന്നുണ്ട്. അളിയാ നീയൊക്കെ രണ്ടും കൂടെ എന്നെ കളിയൊക്കെ ചിരിക്കായിരുന്നല്ലേ? ഇല്ലടാ അളിയ നിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്, പക്ഷെ ഞങ്ങള് കളിയാക്കി ചിരിച്ചൊന്നുമല്ല. എടാ നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്? തീരുമാനിക്കും, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ആലോചിക്കാനുണ്ട്. എന്താണ് ആദി പറയും? എന്റെ പൊന്നളി ഒരു രക്ഷയില്ലാ പെടുന്നെ കൊണ്ട് മഹാ ഉപദ്രവം. ഏത് പെണ്ണിന്റെ കാര്യം? എടാ മറ്റവൾ അമേരിക്കയില്ലേ, ആതിര. ഓ അത് പിന്നെ മഹാമാരണം എന്ന് പറയാനുണ്ടോ? എടാ എന്നെയും തുളസി അവള് അനങ്ങാൻ സമ്മതിക്കുന്നില്ല. തുളസിയോടാണെങ്കിൽ അവൾക്ക് മുടിഞ്ഞ കലിപ്പ്, എന്നോടാണെങ്കിൽ അവൾക്ക് മുടിഞ്ഞ പ്രേമവും. എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പറ. അവളുടെ ഡാഡി ഉണ്ടല്ലോ, ആ ചന്ദ്രദാസ്, അയാള് വളരെ നല്ല മനുഷ്യനല്ലേ. അയാളോട് നിനക്ക് പോയി പറഞ്ഞൂടെ ഈ നാശത്തിലൊന്ന് വിളിച്ചോണ്ട് പോവാൻ? എടാ അയാള് വിളിച്ചിട്ട് ഇവള് പോയിട്ട് വേണ്ടേ? അയാള് പല പ്രാവശ്യം വിളിച്ചതാ, ഇവള് പോയില്ല. ഇവളാണെങ്കിലും എന്നെ കെട്ടി അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുക. എടാ ഇവളെ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനിപ്പോ എന്താ ചെയ്യാ? എടാ ഞാനൊരു ഐഡിയ പറയാം. എന്റെ ആലോചനയിൽ അതിനപ്പുറം ഒരു മാർഗം കാണുന്നില്ല. എടാ എന്ത് മാർഗം? അവൾക്ക് മറ്റൊരു കല്യാണം നടത്തി കൊടുക്കണം. അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. അവൾക്ക് കല്യാണം നടത്തി കൊടുക്കേണ്ടത് അവളുടെ ഡാഡിയല്ലേ, അതിപ്പോ നമ്മളെങ്ങനെ നടത്തും? എടാ പറയുന്നത് കേക്ക്, ഇവനായിട്ട് അതിന് മുൻകൈ എടുക്കണം. അത് വളരെ തന്ത്രപരമായിരിക്കണം. എടാ എങ്ങനെ? നീ ഒന്ന് വിശദമായിട്ട് പറ. അനുവേ ഇത് ഏതായാലും കൊള്ളാം. ഞാൻ ഇന്ന് മുതല് ഇതിന്റെ ശ്രമം തുടങ്ങുക. ബെസ്റ്റ്. ഇവൻ ഇതും പറഞ്ഞൊരു പോക്കുവോ? പിന്നെ ഇവനെ മഷിട്ടോക്കലും കാണും. ഇല്ലടാ, ഇത് ഉറപ്പായിട്ടും ഞാൻ നടത്തിയിരിക്കും. നടത്തിയാ മതി. അനിയത്തിയോ? ആ ആതിര എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയെ പോലെ അല്ലേ? അവളെ അനിയത്തിയാക്കാനൊന്നും നീ നോക്കണ്ട. ആതിരയ്ക്ക് ഇവിടെയുള്ള പദവി എന്താണെന്നേ ഞാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് തുളസിയോടെ ഇരിക്കാൻ പറ. അവള് കഴിച്ചോളൂ.
ഇതേ അനിയത്തിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇവളെന്തിനാ എനിക്ക് വേറെ പാത്രത്തിൽ നിന്ന് കറി വിളമ്പുന്നു? ഇവളെന്റെ കറിയിൽ ഇനി പോയിസൺ ചേർത്തിട്ടുണ്ടോ? അനിയത്തിന്നൊക്കെ വിളിച്ചത് എന്നെ കൊല്ലാനാണോ? കഴിക്കാതിരേ, കഴിക്കുന്നേ. ഉറപ്പാ ഇവൾ എന്റെ ഫുഡിൽ പോയിസൺ ചേർത്തിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വേണ്ട. എടി, വഴക്കുണ്ടാക്കി അവൾക്ക് നീ എന്തിനാ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുത്തേ? അമ്മയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ജാട കാണിച്ച അവൾക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കണ്ടായിരുന്നു. ഹോട്ടലിലെ ഫുഡോ? ഞാൻ ആദരിക്ക. പിന്നെ നീ എന്തിങ്ങനെ ചിരിക്കുന്ന? എടാ മണ്ട, അത് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാ. നീ ഉണ്ടാക്കിയ ഫുഡാ? ആ, ഹോട്ടലിലെ ഫുഡാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറ്റിച്ചല്ലേ. ആ, ഞാനൊരു നല്ല കവറിലൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്ത് അവിടെ വെച്ചതാ. ഹോട്ടൽ ഫുഡാണെന്ന് ആരും വിചാരിക്കൂ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും അവർക്ക് കൊടുത്ത പണി കൊള്ളാം. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്ന പോലെയാ രണ്ടുപേരും കഴിച്ചത്. എന്നോട് പക വീട്ടാൻ നോക്കിയാലേ ഞാനും കൊടുക്കും തിരിച്ച്. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളില്ലാത്രേ. അതില് വിഷം വല്ലതും ചേർത്തിട്ടുണ്ടോന്നാ അവർക്ക് സംശയം. തുളസി, എന്തായാലും കൺഗ്രാചുലേഷൻസ്. എന്തിനാ? അല്ല, നീ ഉണ്ടാക്കിയ ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഭാവി കാലം മുഴുവനേ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച് ജീവിക്കാലോ എനിക്ക്. എന്റെ ഒരു ഭാഗ്യേ. താങ്ക്സ്. താങ്ക് യു. എല്ലാ കാര്യത്തിലും എന്ന പോലെ ആ കാര്യത്തിലും ഞാൻ ഭാഗ്യം ചെയ്ത ഭർത്താവാ. കള്ളത്തരം പറഞ്ഞ് എന്നെ ഭക്ഷണം കഴിപ്പിച്ച ഇവളോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. ഞാൻ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും. തുളസിയോടുള്ള പ്രതികാരത്തിന്റെ ഒരു പരമ്പര തന്നെ ഉണ്ടാവുമല്ലോ തന്റെ മനസ്സിൽ. അതിന്റെ കൂടെ ഈ ഫുഡ് കഴിപ്പിച്ചതിന്റെ പ്രതികാരം കൂടി അങ്ങ് എഴുതി ചേർത്തേക്ക്. എല്ലാ പ്രതികാരത്തിനും കൂടി ഒരൊറ്റ ദിവസം വിധി പറയാവൂ. അന്ന് തന്നെ ശിക്ഷ നടപ്പാക്കണം. ആ ശിക്ഷ എന്താണെന്ന് എനിക്ക് കൂടി അറിയണം. എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. ഒരു പാവം പെൺകൊച്ചിനോടുള്ള പ്രതികാരം. അതെ, ഇത് ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ ഇതിന് കൂട്ടുനിൽക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് പിന്നെ ഈ വീട്ടിൽ കാണില്ല. കേട്ടല്ലോ? അയ്യടാ, എന്തൊരു നിൽപ്പ്! ഇങ്ങനെ പോയ പെരുവഴിയിൽ നിൽക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആട്ടി ഇറക്കിയില്ലെന്നല്ലേ ഉള്ളൂ. ഇനി ആദ്യം കല്യാണം കഴിക്കാതെ കൂടെ അങ്ങോട്ട് ചെന്നാ നിന്നെ അപ്പച്ചിയും അവിടുന്ന് പുറത്താക്കും. ആ തുളസിയെ കണ്ടു പഠിക്കും. അവളാണ് മിടുമിടുക്കി. പഠിച്ച കള്ളി അവള്. ഇപ്പൊ നിങ്ങൾക്കിട്ട് നൈസായിട്ട് പണി തന്നത് കണ്ടോ? നിങ്ങളെ അവൾ ഒതുക്കിക്കൊണ്ടിരിക്കുക. ആതിരെ, നിങ്ങൾ ഇതൊക്കെ കണ്ട് വെറുതെ അന്തം വിട്ട കോലങ്ങൾ മാതിരി അങ്ങ് നിന്നോ. അവള് കാണിക്കുന്നതൊക്കെ അടവാന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആഹാ, എന്നിട്ട് എന്താ അവക്ക് നേരെ നിങ്ങളൊന്നും ചെയ്യാത്തത്? അതെ, അവൾ ഈ ദുർഗേച്ചിയുടെ മുമ്പിൽ കാണിക്കുന്നത് മൊത്തം അഭിനയോ. അഭിനയിച്ച് കുട്ടിച്ചാത്തിനെ എന്ന പോലെ അവള് ദുർഗേച്ചിയെ മയക്കി കുപ്പിയിലാക്കും. എന്നിട്ട് ആ കുപ്പിയും കഷത്തിൽ വെച്ചോണ്ട് അവൾ ഇങ്ങനെ നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.